വളരെ സമയമെടുത്താണ് ഓരോരുത്തരെയും വളരെ ഏറ്റവും അടുത്ത് അവരുടെ നെഞ്ചിലേക്ക് കയറ്റാറുള്ളത്. വളരെ ടൈം എടുത്താണ് പൊതുവേ ചെയ്യാറുള്ളത്. എനിക്കൊന്ന് കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിൽ വെച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ അവർ വളരെ പെട്ടെന്ന് പിക്ക് ചെയ്ത് അവരുടെ ഹൃദയത്തിലേക്ക് സൂക്ഷിച്ച ഒരു താരമാണ് നസ്ലിൻ. അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക്. അതൊരു മാനറിസം, ചെറിയൊരു സട്ടിലായിട്ടൊരു മൂവ്മെൻ്റ് ആണെങ്കിൽ നസ്ലിനോട് എന്താ പറയുക, അടുത്ത വീട്ടിലെ പയ്യൻ എന്ന് പറയുന്ന ആ ഒരു സ്നേഹം പെട്ടെന്ന് കിട്ടിയ ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ പറയുമ്പോഴും നസ്ലിൻ നിങ്ങൾ ചെറിയ എന്താ പറയുക ഇങ്ങനെ വന്നു സിനിമയൊക്കെ ചെയ്ത് പോകുന്ന ഒരാളായിട്ട് കാണാൻ ചെയ്യേണ്ട. ഞാൻ നസ്ലിനെ ഫസ്റ്റ് പരിചയപ്പെടുമ്പോൾ തന്നെ നസ്ലിനെ എനിക്ക് ഓർമ്മയുള്ളത് പോണ്ടിച്ചേരിയിൽ ഒരു തിയേറ്റർ വർക്ക്ഷോപ്പിൽ ഞാൻ നസ്ലിനെ ഒരു ഷൂട്ടിൻ്റെ ഇടയിൽ നെയ്മറിൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ട്. സോ നസ്ലിൻ അങ്ങനെ എന്താ പറയുക ചുമ്മാ തമാശ കളിച്ച് പോകാനൊന്നുമല്ല, ഇവിടെ ഉണ്ടാവും നസ്ലിൻ. ഗംഭീര കൈയടി, വെൽക്കം നസ്ലിൻ, ഒരു ഗംഭീര കൈ. അതോടൊപ്പം തന്നെ ഞാൻ ഒരാളെയും കൂടെ ഒരുമിച്ച് തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെപ്പോഴും പറയാറുള്ളൊരു ടേമാണ് അടുത്ത വീട്ടിലെ പയ്യൻ എന്നൊരു ടേം നമ്മളെപ്പോഴും പറയാറുണ്ട്. അങ്ങനെ നമ്മളോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ശരിക്കും ആക്ടേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരിയെ പോലെ തൊട്ടടുത്ത് നമുക്കറിയാവുന്ന ഒരാളെ പോലെ ഉള്ള ഒരു കലാകാരിയായിട്ട് തോന്നിയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ്, അത് വന്ന ഇപ്പോൾ തല്ലുമോലയാണെങ്കിലോ അല്ലെങ്കിൽ അതിന് മുമ്പ് ചെയ്ത സിനിമയാണോ അതിനുശേഷം സിനിമയിലൊക്കെ എപ്പോഴും ഓഡിയൻസുമായിട്ട് കണക്ടിവിറ്റി വളരെ പെട്ടെന്ന് കിട്ടിയൊരു ആർട്ടിസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കല്യാണി പ്രിയദർശനെ. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് സാബുസിൽ പറഞ്ഞ AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ക്രിഷ് 3-ൽ പ്രൊഡക്ഷൻ സൈഡിലാണ്. ഓക്കെ, വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇതിലേക്ക് വന്നു. പ്രിയൻ സാർ പോലും സർപ്രൈസ് ആയിട്ട് വിഷ്വൽസ് കണ്ടിട്ട് പറയുകയുണ്ടായി. വൺ ഓഫ് ദ വെരി പ്രോമിസിങ് ആർട്ടിസ്റ്റ് വിച്ച് വി ഹാവ് in South film industry. Ladies and gentlemen, a huge round of applause to welcome this extremely talented artist, Miss Kalyani Priyadarsan. നസ്ലിൻ, ഇതെനിക്കൊന്ന് പുതിയ പടത്തിൻ്റെ ലുക്കാണെന്ന് തോന്നുന്നു അല്ലേ? പുതിയ പടത്തിൻ്റെ ലുക്കാണോ? പുതിയ പടത്തിൻ്റെ ലുക്ക് മറച്ചു വെച്ചതാണ്. ഓ അത് ശരി, അത് പോണിട്ടയിൽ അല്ല. ഓക്കെ ഫൈൻ. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി ഹാപ്പിയാണ് ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ചതിൽ. പ്രിയൻ സാറ് പുള്ളി പോയി, പക്ഷേ ഞാൻ ഒത്തിരി ചെറിഷ് ചെയ്യും ആ വാക്കുകൾ. അത് ഒത്തിരി ഹാപ്പിയായി. ചാക്കോച്ചൻ, പിഷാരടി ചേട്ടൻ, സാബു സിറിൽ സാർ, എല്ലാവർക്കും നന്ദി ഇവിടെ വന്നതിലും. ട്രെയിലർ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് എനിക്ക് അരുൺ ചേട്ടൻ കാണിച്ചു തരുന്നത്, ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും വലിയ സ്ക്രീനിൽ ഭയങ്കര രസമുണ്ടായിരുന്നു. സ്വന്തം പടത്തിൻ്റെ ട്രെയിലർ കണ്ട് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി അത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഈ പടം തിയേറ്ററിൽ ആരും മിസ് ചെയ്യാതിരിക്കുക. ഇത് തിയേറ്ററിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നൊരു പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നൊരു സിനിമയായിരിക്കും. ഒരുപാട് പേരുടെ കഷ്ടപ്പാടും എഫേർട്ടും എല്ലാം ഇട്ടിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയിക്കുക. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നസ്ലിൻ, അതോടൊപ്പം തന്നെ ഇതൊരു എന്താ പറയുക ഒരു വേറൊരു ലോകം നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നൊരു സിനിമയാണ്. ചന്ദ്രയുടെ ലോകത്ത് നസ്ലിൻ്റെ എങ്ങനെയാണ് ഒരു എന്താണ് പറയാൻ പറ്റുക എനിക്കറിയില്ല എങ്കിലും എനിക്ക് തോന്നുന്നു ഞാനും ചന്തും കുര്യനുമാണ് കുറച്ച് നോർമലായിട്ടുള്ള ആൾക്കാർ. ബാക്കിയെല്ലാം സിനിമയിലുള്ളവരെല്ലാം കുറച്ച് പ്രശ്നക്കാരാണ്. അത്രേ പറയാൻ പറ്റുള്ളൂ. കല്യാണി, ചന്ദ്ര എന്ന ക്യാരക്ടർ, ലോക എന്ന സിനിമയെ പറ്റി നമുക്ക് സംസാരിക്കാം. ഗുഡ് ഈവനിങ് എവരിവൺ. ചന്ദ്ര എനിക്കൊരു സ്പെഷ്യൽ ജേർണി ആയിരുന്നു. ഇതെനിക്കൊരു പ്രോജക്റ്റ് മാത്രമല്ല, ഒരുപാട് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സിനിമ കൂടിയാണ്. ആൻഡ് സോ ചന്ദ്രയെ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നൊരു ക്യൂരിയോസിറ്റിയിലും എക്സൈറ്റ്മെൻറ്റിലുമാണ് ഞാൻ. DQൻ്റെ ഉസ്താദ് ഹോട്ടലിൽ ഒരു ഡയലോഗുണ്ട്, കിസ്മത്ത് എന്നുണ്ട് ഫൈസി. എങ്ങനെയായിരുന്നു ഡയലോഗ്? ആ ഡയലോഗ് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു ഫുള്ള് പറഞ്ഞോ? അതിനെ തടുക്കാൻ ആർക്കും പറ്റൂല. സോ ഐ ഫീൽ ലോകയും ചന്ദ്രയും എൻ്റെ കിസ്മത്തിലുണ്ടായിരുന്നു. അതാണ് എൻ്റെ വിശ്വാസം. സോ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഡോം, നിമിഷ്, ദുൽഖർ, നസ്ലിൻ, ചന്തു, കുര്യൻ, ശാന്തിവി, സാൻഡി മാസ്റ്റർ, പിന്നെ സെറ്റിലുള്ള എല്ലാവരും. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത കുറേ പേരുണ്ട്. അവരെല്ലാവരോടും ഒരുപാട് നന്ദി. അച്ഛൻ
പോയി, പക്ഷേ അച്ഛനോടും നന്ദി. Chakacha, thank you so much for being here. You have no idea what your presence here means to just all of us. And the same with honestly everybody here. Thank you so much just for supporting our film. Our media people ഇന്ന് വന്നതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി. ആൻഡ് എല്ലാത്തിനും മേലെ ഈ സിനിമ ഇനിയും വലുതാക്കാൻ ശ്രമിക്കുന്ന പ്രേക്ഷകരോട് ഒരുപാട് നന്ദി. ലോക ചാപ്റ്റർ 1 ചന്ദ്ര, ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടാവും വിധം എല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്താണ് ഷൂട്ട് ചെയ്തത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടമായി, ആൻഡ് ഐ ഓൾസോ ഹോപ്പ് നിങ്ങൾക്ക് ഈ സിനിമയും ഇഷ്ടമാവും. മലയാള സിനിമയിലെ ഫസ്റ്റ് ഫീമെയിൽ സൂപ്പർ ഹീറോ എന്നൊരു ടാഗ് ലൈനാണ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതിൽ. അപ്പം എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് ആക്ഷൻ ചെയ്തത്? ഷാറുഖ് ഖാൻ പഠാനും ജവാനും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തവരൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതൊരു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. വീണു പണിയെ കിട്ടിയ അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു? കുറേ, ഒരുപാട്. പക്ഷെ അതിനെപ്പറ്റി ഞാൻ ഈ സിനിമയെ തള്ളാൻ പോകുന്നില്ല. നിങ്ങൾ അല്ല, അത് തള്ളാൻ വേണ്ടിയല്ലോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. ഓക്കെ. നിങ്ങൾ തമ്മിൽ കോമ്പോ ഉണ്ടോ? നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരുന്നുണ്ടോ സിനിമയിൽ? ഇല്ല, ഞങ്ങൾ സെപ്പറേറ്റ് ഫുൾ സിനിമ. അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് ആ വേൾഡിനകത്ത് നിങ്ങൾ തമ്മിൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ഇതുമായിട്ട് പറയാനുണ്ടോ എന്ന് പറയായിരുന്നു. ഉണ്ട് അല്ലേ കല്യാണി? അതുപോലെ തന്നെ റിയൽ ലൈഫിൽ ഇപ്പം നമ്മളൊരു എന്താ പറയുക, ചെറുപ്പത്തിലൊക്കെ നമുക്ക് മിററിനൊക്കെ മുമ്പിലൊക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് സൂപ്പർ ഹീറോസും കേപ്സും ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും ചെറുതിലെ. അപ്പോൾ അങ്ങനെ ഒരു കല്യാണിയുടെ മുമ്പിലേക്ക് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ വരുമ്പോൾ അത് ചെയ്യുന്നതിനൊക്കെ മുമ്പേ ലൈക്ക് യു ഗോണ ഡു എ സൂപ്പർ ഹീറോ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ലൈക്ക് ഒരു ഡ്രസ്സിംഗ് റൂമിൽ അങ്ങനത്തെ ഒരു റിഹേഴ്സൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും? അതായത് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ചെറുതിലേക്ക് എന്തെങ്കിലും സൂപ്പർ ഹീറോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും ബർത്ത്ഡേസിനൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ റിയൽ ലൈഫായിട്ട് സൂപ്പർ ഹീറോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എന്താ പറയുക, നേരത്തെ പോയിട്ട് ഒരു പ്രിപ്പറേഷൻ, ഇവരെല്ലാവരും ഞാൻ സൂപ്പർ ഹീറോ ആയിട്ടുള്ള സീൻസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അപ്പോൾ അതിന് മുമ്പേ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ സോറി, എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവും. അതിലൊന്നുമില്ല, വിട്ടല്ലേ. ഓക്കെ, ഫൈൻ. അതോടൊപ്പം തന്നെ ഇതിൽ നസ്ലിൻ നിങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള ബാക്കി ക്യാരക്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ ഈ കോമ്പിനേഷനിലുള്ള, ലൈക്ക് അരുണിൻ്റെ ക്യാരക്ടർ, നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, ചന്തുവിൻ്റെ ക്യാരക്ടർ. അതിനെപ്പറ്റി കൂടെ ഒന്ന് പറയാം. അവരെ വിളിക്കാം. അതിന് മുമ്പ് എന്തെങ്കിലും അവർ വിളിക്കുന്നുണ്ട് നിങ്ങളുള്ള കോമ്പോയി പറയാണ്. നല്ലതായിരുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഈ സിനിമയെ പറ്റി ഒരുപാട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതിനോടൊന്നും പറയാം. ഇവർക്ക് ആക്ച്വലി സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇതോടൊപ്പം ഞാൻ വേദിയിലേക്ക് ഇപ്പോൾ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു മെർച്ചൻഡൈസ് ലോഞ്ച് ഇവിടെ നടക്കുകയാണ്. അതിലേക്കായിട്ട് മൈ ഡെസിഗ്നേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് മിസ്റ്റർ വിശാൽ വേണുഗോപാൽ, ഹു ഇസ് VP, the Vice President from my designation, to kindly come over. ഇത് ഒരു മെർച്ചൻഡൈസ് ലോഞ്ചാണ്. ഈ സിനിമയായിട്ട് കണക്റ്റുള്ള ഒരു മെർച്ചൻഡൈസ് ലോഞ്ചാണ് ഇവിടെ കല്യാണിയും നസ്ലിനും കൂടെ ചെയ്യാൻ പോകുന്നത്. യെസ്, സനി മാസ്റ്റർ, വെൽക്കം. കൊച്ചിയിലേക്ക്, കേരളത്തിലേക്ക് സ്വാഗതം. മലയാളം തരികയല്ലേ നിങ്ങൾക്ക്? കുറച്ച്. സോ ലിയോ ഉൾപ്പെടെ എത്രയോ സിനിമകൾ നമ്മൾ പെർഫോമൻസും ഡാൻസ് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ക്യാരക്ടറായിട്ട് ലോക്കയിൽ നിൽക്കുകയാണ്. ഈ ലോകത്തിൽ സാൻഡി മാസ്റ്ററുടെ ഒരു ക്യാരക്ടർ എന്താണ്? ഗുഡ് ക്യാരക്ടർ ബിക്കോസ് ഡയറക്ടർ ടോൾഡ് നോ സ്പോയിലർ, ദാറ്റ്സ് വൈ. ഓക്കെ, ഇത് മറ്റെന്തായിരിക്കും? ഗുഡ് ക്യാരക്ടർ, ആൾ ഗുഡ് ക്യാരക്ടർ. യുവർ ഫ്രണ്ട്സ് ഗുഡ് ക്യാരക്ടർ, ചന്ദ്ര ഗുഡ് ക്യാരക്ടർ, നസ്ലിൻ ഗുഡ് ക്യാരക്ടർ, Nimish also good character, Dominic also good character. It's all good character. But first I tell you thanks to the Lokesh Kanagaraj sir, because அவர்னால தான் வந்துட்டு நான் ஃபஸ்ட்டு ஆக்டராக என்னை வந்து பப்ளிஷ் பண்ணது இந்த லியோவில் தான். ஸோ ஹாப்பி. அதை தான் பார்த்துட்டு தான் வந்துட்டு டோம்னிக் வந்துட்டு ஃபிக்ஸ் பண்ணது. கரெக்டாக டோம் லியோ பார்த்துட்டு தான் வந்துட்டு இதை சூஸ் பண்ணது. பட் எந்த தைரியத்தில் என்னை போலீஸாக ஆகுன்னு எனக்கு தெரில. என்னை பார்த்து போலீஸ், பட் ஃபஸ்ட்டு கொஞ்சம் என்ன கெஸ் பண்ண முடியல போலீஸ் நம்மளுக்கு எப்படி சூட் ஆகும்ன்ட்டு. பட் நிமிஷ்
அந்த ஃப்ரேம் Frame எல்லாம் எல்லாம். வச்சு சூப்பராக காட்டிட்டார். ஸோ எப்படி இருந்தது இவங்களுக்கு ஒப்பமே ஒர்க் பண்ணும்போது இங்கே மலையாள ட்ரூவெல்லாம் நல்லா இருந்தது. എല്ലാം ക്ലോസ്ഡ് ആൻസേഴ്സ് ആണ്, വളരെ വ്യക്തമായിട്ട് ഡോമോടെ പറഞ്ഞു. ട്രെയിനിങ്, ഫുൾ ട്രെയിനിങ്. സംസാരിക്കൂ ഇതിൽ ചന്തു ചെയ്യുന്ന നല്ലവനായ ആ കഥാപാത്രത്തെ പറ്റി. ചാക്കോച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് രണ്ട് കാര്യമായിരുന്നു ടെൻഷൻ. ഒന്ന് ഈ ചാക്കോച്ചന്റെ സംഭവം, പിന്നെ ഇവിടെ ഏതെന്റെ ഫോട്ടോ ഏതിടുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം എല്ലാവരുടെയും ഫോട്ടോ ഞാൻ പ്രതീക്ഷിച്ച തന്നെ ആ ജുബിട്ടിക്കണ ഫോട്ടോ ഇട്ടവര് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ. ഡൊമിനിക്കേട്ടാ ഇപ്പം തന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞേക്ക് ഇപ്പോഴേ. കാരണം ഡൊമിനിക്കേട്ടൻ എന്നൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് ലോക സിനിമയുടെ എൻ ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ടും കുറച്ച് ഭാഗങ്ങളുണ്ടാവും, അതും കണ്ടിട്ട് വേണം തിയേറ്ററിൽ നിന്ന് എല്ലാവരും ഇറങ്ങാൻ. അതൊരു ഗംഭീര ഇൻഫർമേഷൻ ആയിരുന്നു, കിടിലൻ ഇൻഫർമേഷൻ ആയിരുന്നു. ഡോട്ട് ദ പോയിന്റ് അതിനകത്തുണ്ടല്ല. പിന്നെ ഞാനാണല്ലോ അപ്പം അത് അനൗൺസ് ചെയ്തതല്ലേ, പിന്നെ അടുത്ത പാർട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ. താങ്ക് യു ഡൊമിനിക്കേട്ടാ. പിന്നെ എല്ലാവരോടും നന്ദി, നിമിഷിനോടും ശാന്തി പി, നസ്ലൻ, കല്യാണി, സാൻഡി മാസ്റ്റർ, പിന്നെ എൻ്റെ ഫേവറേറ്റ് കോ ആക്ടർ അരുൺ കുര്യൻ. ഞങ്ങൾ രണ്ടാമത്തെ സിനിമയാണിത്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇയാൾ എൻ്റെ റൂമിൽ നിന്ന് പോയിട്ടില്ല. മഞ്ഞുമ്മലൊരു 100 ദിവസം ഷൂട്ട് ചെയ്തു, ഇപ്പോൾ ഒരു 100 ദിവസം ഷൂട്ട് ചെയ്തു. എപ്പോഴും സ്ഥിരം കൂടി ഉണ്ടാവുന്ന ആളാണ്. എല്ലാവരോടും കൂടെ സംസാരിച്ച എല്ലാവർക്കും, പിന്നെ എന്നെ കാസ്റ്റ് ചെയ്ത വിവേകേന്ദ്ര ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഒരു തിയേറ്ററിൽ ഞാൻ സിനിമ കാണാൻ പോയപ്പോൾ പുള്ളീനെ ഒന്ന് കൈ കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഈ പടത്തിൽ കാസ്റ്റ് ചെയ്തത് തന്നെ. അടിപൊളി. എല്ലാവരും ഇനി തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ഇയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ കൈ കാണിക്കുക, നിങ്ങളെയും പടത്തിലൊക്കെ കാസ്റ്റ് ചെയ്യുമായിരിക്കും. അല്ല, ഇടയ്ക്ക് ചന്തു പറയുകയുണ്ടായി, ലൈക്ക് ഇതിൻ്റെ ഇൻ്റർവ്യൂസിൽ എവിടെ പറയുകയുണ്ടായി, എനിക്ക് ആദ്യമായിട്ട് കുറച്ച് നല്ല ലുക്സും ഇവനൊരു ക്രെഡിറ്റ് കാർഡും പേഴ്സും ഒക്കെ തന്ന എന്നെ വേറൊരു ഗെറ്റപ്പിലോട്ട് ആക്കിയൊരു സിനിമ കൂടിയാണിത്. അതെ അതെ അതെ, അത് എനിക്ക് മാത്രമല്ല നസ്ലിനും അതെ. ഇവനല്ലെങ്കിൽ നമുക്കൊരു ഷർട്ട് ഉണ്ടാവും, ഒരു പാൻറ് ഉണ്ടാവും, ഇത് തന്നെ ആയിരിക്കും സിനിമ ഫുള്ള്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സാധാരണ ഒരു പൈസ പോലും ഇല്ലാത്ത അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, ക്രെഡിറ്റ് കാർഡ്, ഹുഡി, കുറേ സംഭവങ്ങൾ. ഇത് ക്രെഡിറ്റ് കാർഡ് കൈ കിടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഹായ്, ഹലോ, ഹായ്, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നമസ്കാരം. ഒത്തിരി സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞതും ഈ ഞങ്ങൾ ട്രെയിലർക്കൊക്കെ ഞങ്ങളെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ കാണിച്ച എല്ലാവരോടും താങ്ക് യു. ചാക്കോച്ചൻ സർ, രമേശ് ചേട്ടാ, എല്ലാവർക്കും കണ്ടതിൽ ഒത്തിരി സന്തോഷം. എന്താ പടം കാണുക, നെർവസ് ആണ്. എന്തായാലും ഈ ഒരു ജേർണി 2021 തുടങ്ങിയതാണ്, അപ്പം ഇവിടം വരെ എത്തി. അപ്പം ഐ ഹോപ്പ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും. ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ഈ സിനിമ ചെയ്തത്. അപ്പം ഭയങ്കര സ്പെഷ്യലാണ് ഈ പ്രൊജക്റ്റ്. അപ്പം ഐ റിയലി ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വേണ്ടി എത്ര പടം കാണാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഇവിടെ ഇങ്ങനെയൊന്ന് സംസാരിക്കാൻ കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. ഈ വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമാക്കി അരുൺ ഡൊമിനിക്കിൻ്റെ തരംഗത്തിലൂടെയാണ് എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഒരു ക്യാരക്ടർ റോള്, ഞാൻ ആളുടെ ഫസ്റ്റ് സിനിമ തന്നെയായിരുന്നു എൻ്റെയും ക്യാരക്ടർ റോള് എന്ന സിനിമയിൽ ക്യാരക്ടർ റോള് എന്ന് ഫസ്റ്റ്. ആളുടെ രണ്ടാമത്തെ പടത്തിലും എനിക്കൊരു ക്യാരക്ടർ തന്നതിൽ ഞാൻ വളരെ സന്തോഷമാണ്. പിന്നെ ചാക്കോച്ചൻ നമ്മൾ ക്യാരക്ടർ റോൾ ചെയ്യുന്നതിന് മുൻപ് സീനിയേഴ്സ് എന്ന് പറഞ്ഞ പടത്തിൽ ഫസ്റ്റിലത്തെ ഡ്രാമയില്ലേ ചേട്ടൻ, അതിലൊരു മാസ്കിൻ്റെ ഉള്ളിൽ ഞാനും ഉണ്ടായിരുന്നു. പിഷാരടിച്ചായിട്ട് നമ്മൾ ഏഷ്യനെറ്റ് പ്ലസ്സിൽ ഒരു റിയാലിറ്റി ഷോ, അതിൻ്റെ ഓഡീഷൻ വന്നിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടിൽ ഇപ്പം എനിക്ക് നിൽക്കാൻ പറ്റുന്നത്, സംസാരിക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു. താങ്ക് യു ഡൊമിനിക് ആൻഡ് വേഫെയർ, താങ്ക് യു സോ മച്ച്. പിന്നെ ഇവരൊക്കെ ആയിട്ട് അഭിനയിച്ചപ്പോൾ ഉള്ള എന്തെങ്കിലും രസകരമായ എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ട് ഇവിടെ? ആർക്കെങ്കിലും സിനിമയായിട്ട് ബന്ധപ്പെട്ട് വേണ്ട, അല്ലാതെ മതി. സിനിമയായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ. ഞങ്ങൾ കൂടുതൽ കല്യാണി ആയിട്ടായിരുന്നു കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ സാൻഡി മാസ്റ്ററുമായിട്ടും കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. രസകരം എന്ന് പറയാൻ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മയിലൊന്നും വരുന്നില്ല. എങ്ങനെയായിരുന്നു ഡൊമിനിക്? എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരെയും കമ്മ്യൂണിക്കേറ്റ്? എല്ലാവർക്കും ഫുൾ സിനിമയുടെ കഥ അറിയാമോ? അതും ഇനി കുറച്ച് പേർക്ക് അറിയാം. സാൻഡി മാസ്റ്റർ, உங்களுக்கு ഫുൾ സിനിമ കഥ தெரியுமா? உங்களுக்கு தெரியும். പൂര தெரியுமா? നിങ്ങൾക്ക് தெரியுமா? അറിയോ? ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ പാർട്സ് മാത്രമാണ് ഏകദേശം സിനിമ
അറിയാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും സിനിമ അറിയില്ല ഫുള്ളായിട്ടല്ലേ? ഇല്ല, അറിയില്ല. അറിയില്ല. പടം കാണുമ്പം അറിയാം. ഓക്കെ. നസ്ലിൻ, നസ്ലിൻ 28-ാം തീയതി ഈ സിനിമ നിങ്ങളെല്ലാവരും വർക്ക് ചെയ്ത് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് വരികയാണ്. വൈഫെയർ ആണ് എത്തിക്കുന്നത്. അപ്പം എന്താണ് ലൈക്ക് മീൻ ഓണത്തിന് ഇറങ്ങുന്ന പടമാണ്. കല്യാണി വെച്ച് നോക്കുമ്പോൾ 2 സിനിമകളുണ്ട്. ഓക്കെ. അപ്പം നസ്ലിൻ എന്താണ് ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്? ഒത്തിരി പ്രതീക്ഷയുണ്ട്. പിന്നെ അതുപോലെ എല്ലാം നമുക്കറിയുന്ന ആൾക്കാരുടെ സിനിമകളാണ് കൂടെ ഉള്ളതെല്ലാം. ലാലേട്ടൻ്റെ സിനിമ ഉണ്ട്, അതിൽ തന്നെ സംഗീത് കൂടെ ലാലേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൽത്താഫ് കാട, കല്യാണിയും പതുക്കയും, ഓടുംകുതിര, എല്ലാ സിനിമയ്ക്കും ആളുകൾ കയറണം. ഞങ്ങളുടെ പടത്തിനൊരു പ്രത്യേക പരിഗണന ആദ്യം നൽകി എല്ലാ സിനിമയും എല്ലാവരും കാണണം എന്നാണ് പ്രതീക്ഷ. എന്തായാലും ഓണത്തിന് കുടുംബസമേതം പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. തിയേറ്റർ എക്സ്പീരിയൻസ് വരുന്ന ഒരു സിനിമയായിരിക്കും. ആരെയും നിരാശപ്പെടുത്താത്തൊരു സിനിമ തന്നെയായിരിക്കും. പുതിയൊരു അറ്റംപ്റ്റാണ്. അതെല്ലാം എന്തായാലും കണ്ടു നോക്കിയിട്ട് അറിയിക്കുക അഭിപ്രായം. കല്യാണി, 2 സിനിമകൾ ഒരു സമയത്തൊക്കെ നമ്മൾ പണ്ട് പിടിക്കുന്നുണ്ട്. പ്രിയൻ സാറിൻ്റെയൊക്കെ 2-3 സിനിമകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കല്യാണിയുടെ 2 സിനിമകൾ വരുന്നുണ്ട്. രണ്ടും വേറെ വേറെ ടൈപ്പ് സിനിമകളാണ്. എല്ലാവർക്കും രണ്ടും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ബട്ട് ഓരോ സിനിമയും അതിൻ്റെ ഒരു ഓഡിയൻസിനെ കണ്ടെത്തും എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഈ 2 സിനിമകളും മാത്രമല്ല, ഓണത്തിന് ഇറങ്ങുന്ന എല്ലാ സിനിമയ്ക്കും വിജയം നേടാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. സ്നേഹവും. ഐ ജസ്റ്റ് വിഷ് എവ്രിവൺ ഓൾ ദ ഫിലിംസ് ഓൾ ദ ബെസ്റ്റ്. குஜாபு சார், சாரி நீங்கள் போயிட்டீங்கன்னு நினச்சேன், திருப்பி இருக்கீங்க. ஸோ ஹாப்பி டு சீ யூ சார். அண்டு ஆக்சுவலாக இந்த படத்தில் என்னென்னா டோமினிக் ஃபார் யூ. ஆக்சுவலாக இந்த படம் ரிலீஸுக்கு அப்புறம் எனக்கு தெரிஞ்சு தமிழில் பெரிய பெரிய ஹீரோஸ் வந்து உங்களுக்கு கால் பண்ணுவாங்க கண்டிப்பாக. பிகாஸ் எங்களுக்கும் வந்து படம் பண்ணுங்கன்னு சொல்லிட்டு எப்படி வந்து நகாஷுக்கு கால் வந்ததோ அதே மாதிரி உங்களுக்கும் கால் வரும். பிகாஸ் ஆல்மோஸ்ட் நகாஸ்க்கு வந்து எல்லா ஹீரோஸும் அவர் கால் பண்ணி கேட்டிருக்காங்க ஸ்கிரிப்டு. ஐ நோ. அதே மாதிரி உங்களுக்கும் இந்த மூவிக்கு அப்புறம் வரும். பிகாஸ் அவ்வளோ விஷுவல் சூப்பராக இருக்குது. நான் டெக்னீஷியனாக நான் சொல்கிறேன், ஆஸ் எ டெக்னீஷியனாக இஸ் எக்ஸ்ட்ரானரி. அதுவும் நிமிஷ் கலெக்டரு, யூ ஆர் எக்ஸ்ட்ரானரி. டோம் கால்ஸ் வரும். அது சாரி, ஆக்சுவலாக கல்யாணி அவங்க சொல்லி ஆகணும். பிகாஸ் இந்த மூவியில் பாதி நேரம் அவங்க வந்து ஆர்னஸ்லேயே இருந்திருப்பாங்க. ஆக்டிங் பாவம் ரொம்ப கஷ்டப்பட்டாங்க. பட் செம்ம ஹார்ட் ஒர்க் பண்ணாங்க. ஃபைட்டெல்லாம் நான் பார்க்குறப்ப தெரிஞ்சு ரொம்ப ஹார்ட் ஒர்க் பண்ணிங்க. சான்ஸே இல்லை. அது மற்ற யாராக இருந்தால் விட்டுருப்பாங்க, நோ என்னால் முடியலன்னு சொல்லிட்டு. இருந்தாலும் வந்து ரொம்ப அதில் வந்து யாருமே டூப்பே இல்லை. இவங்க தான் ரியலாக எல்லாமே பண்ணுது. பட்டு சூப்பர். இல்லை, இவங்க தான் ரியலாக இவங்க தான் பண்ணுது. டூப்பெல்லாம் யாருமே இல்லை. கல்யாணி தான் அந்த ஷார்ட் எல்லாமே அவங்களே தான் பண்ணுது. சூப்பர். அண்ட் சனிசா, நெக்ஸ்ட் டைம் எப்போ உங்களை ஒரு த்ரூ அவுட் ஒரு டான்ஸராக பார்க்க போகிறேன்? லைக் டான்ஸராக பார்க்க போகிற ஏதாவது ஒரு ஃபிலிம் இஸ் எனிதிங் இஸ் ஹேப்பனிங்? தமிழில் நான் பண்ணுறேன், நிறைய பண்ணுறேன். தமிழ்? ஆமாம். ஆஸ் அ டெக்னீஷியனாக கொரியோகிராஃபர்ஸாக நிறைய இருக்குது. ஓகே. இப்போ லாஸ்ட் டைம் வந்து கூலி, தென் ஆஃப்டர் நிறைய மூவி அங்கேயும் இருக்குது, எல்லா லாங்குவேஜ்லையும் இருக்குது. கொரியோகிராஃபராக இருக்குது, பட் ஆக்டராகவும் அங்கே நிறைய இருக்குது தமிழில். ஸோ வரும்போது லைக் இண்டஸ்ட்ரியில் வரும்போது உங்களுக்கு ஃபஸ்ட்டு ப்ரிஃபரன்ஸ் ஆக்டராக தானா இல்லை டான்ஸ்? கொரியோகிராஃபர். மை இஸ் எ ப்ரொஃபஷ்னல் கொரியோகிராஃபர். சம் மூவி பண்ணேன், பட் இட்ஸ் ஓகே. பட் எனக்கு மோஸ்ட்லி இன்ட்ரெஸ்ட் கொரியோகிராஃபர். பட் ஆஃப்டர் லோகேஷ் கனராசை அவர் தான் வந்து சூஸ் பண்ணி, இல்லை நீ ஆக்ட் பண்ண சொல்லி தான் அதில் சூஸ் பண்ணது. அதுக்கப்புறம் நிறைய இப்போ நெக்ஸ்ட்டு ரஞ்சித் சார் ப்ரொடக்ஷனில் வந்துட்டு லீடாக வாங்க போய். சூப்பர். ஸோ தேங்க்யூ எவ்ரி ஒன்.